ബിരിയാണി ഇഷ്ടമല്ലാത്തവരാരുള്ള, പക്ഷെ ഓരോ ബിരിയാണിക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് തമിഴ്നാട് സ്റ്റൈലിൽ ബിരിയാണി ചേർക്കുന്ന മസാലപ്പൊടിയുടെ റെസിപ്പിയാണ് പറയണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ കറുവപ്പട്ടയും, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ കരയാമ്പൂ, 1 ടേബിൾ സ്പൂൺ ഏലക്ക, കുറച്ച് ബേ ലീഫ്, 1 ടേബിൾ സ്പൂൺ കൽപ്പാസി. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്നറിയില്ല, പക്ഷെ ഇവിടെ ഈ സാധനം കിട്ടും. ഇവനാണ് കേരള ബിരിയാണിയിൽ നിന്ന് തമിഴ്നാട് ബിരിയാണിയെ വേർതിരിക്കുന്ന ഒരേ ഒരു ഐറ്റം. എന്നിട്ട് ഇവന്മാരൊക്കെ കൂടി ഒരു പിടിയൊക്കെ പിടിച്ച് നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അങ്ങനെ കണ്ട് പൊടിച്ചെടുത്താൽ പിന്നെ നമ്മുടെ മസാലപ്പൊടി റെഡി. പിന്നെ നമ്മൾ മലയാളികൾക്കൊരു കുഴപ്പമുണ്ട്, തമിഴ്നാട്ടിൽ വന്ന തമിഴ്നാട് ബിരിയാണി കഴിക്കില്ല. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ തമിഴ്നാട്ടിലത്തെ ആൾക്കാർ. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലത്തെ ബിരിയാണി കഴിക്കില്ല. എന്താണെന്നറിയില്ല. ഞാൻ പറഞ്ഞു കൽപ്പാസി എന്ന് പറഞ്ഞവനാണ് ഇതിന്റെ മെയിൻ കാരണം എന്നുള്ളത്. പിന്നെ ഞാനും ഫസ്റ്റ് ടൈമൊക്കെ ഇങ്ങനൊക്കെ തന്നെയായിരുന്നു. പിന്നെ അവിടെ വന്ന് കഴിച്ച് ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ അവിടെ പോയാലും തമിഴ്നാട് ബിരിയാണി ചോദിച്ചു കഴിക്കും. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.